സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ യൂണിറ്റ് 4 ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി എന്ന യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ പരിചയപ്പെടാം. Among all the living beings, human beings have the ability to think and interacted with the environment, make sense of it. അല്ലേ, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അതുപോലെ ലിവിങ് ചെയ്യുന്ന എല്ലാ ബീയിങ്സിനും നമ്മുടെ ചിന്തിക്കുവാനും അതുപോലെ തന്നെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുമുള്ള കഴിവുമുണ്ട്. ഇനി ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ആനിമൽ. അല്ലേ, ഹ്യൂമൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള നമ്മുടെ ഈ സമൂഹത്തിലുള്ള ഒരു ജീവനുള്ള ആനിമലാണ്. ആൻഡ് ലൈവ്സ് ഇൻ എ ഗ്രൂപ്പ്. അതൊരു ഗ്രൂപ്പായിട്ട് മനുഷ്യനൊരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്. ആസ് ദി ഹ്യൂമൻ സൊസൈറ്റി ഹാസ് ഡെവലപ്ഡ്. മനുഷ്യർ താമസിക്കുന്ന ഈ വേൾഡെന്ന് ദിനം പ്രതി ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ഹാവ് ബീൻ made by scholars to understand and document social and cultural activities. സിസ്റ്റമാറ്റിക്കായിട്ട് സ്കോളേഴ്സുകൾ എന്ത് ചെയ്യുന്നു? ടു അണ്ടർസ്റ്റാൻഡ്, ഡോക്യുമെൻറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അക്രോസ് ടൈം ആൻഡ് സ്പേസ്. അതിന് ടൈമും സ്പേസും തരുന്നുണ്ട്. ദിസ് കോസ് to understand the human nature and relationship gave birth to academic disciplines such as sociology, psychology and history, which form the core of social science. Okay, among these the discipline of sociology is mainly concerned with the study of human society and relations with it. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ് കൺസേൺ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പഠിക്കുവാനും അവൻ സമൂഹത്തിലുള്ള അവൻ്റെ ഇടപാടുകളെക്കുറിച്ച് പഠിക്കുന്നതുമാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എലോങ് വിത്ത് സോഷ്യോളജി, സൈക്കോളജി ആൾസോ ഫോക്കസ് ഓൺ ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും മനുഷ്യനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. ദി ക്വസ്റ്റ്യൻ അറൈസ്, ഈസ് ദെയർ എനി ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വെദർ ദി തിയററ്റിക്കൽ premises of this discipline could be integrated to develop a better understanding of the socio-psychological phenomena. അപ്പോൾ ഇത് നോക്കാം. By studying this unit, we will be able to understand the nature of sociology and psychology and also the subject matter of socio-psychology. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി. ദ ടേം സോഷ്യോളജി വാസ് കോയിൻഡ് ബൈ അഗസ്റ്റിൻ കോംറ്റെ, ഹൂ ഈസ് കാൾഡ് ദി ഫാദർ ഓഫ് സോഷ്യോളജി. അത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഈസ് ദി ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് ചോദിച്ചാൽ ആരാണ്? അഗസ്റ്റ് കോംറ്റെയാണ് സോഷ്യോളജിയുടെ പിതാവ്. ഓക്കെ, സോഷ്യോളജി ഈസ് കൺസേൺഡ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സോഷ്യോളജി ഈസ് കൺസേൺ ചെയ്തിരിക്കുന്ന സ്റ്റഡി ഓഫ് പ്രീവിയസ് ആയിട്ടുള്ള ചാപ്റ്ററിലെ അതേ ഇതിനെ സോഷ്യോളജിയെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. സോഷ്യോളജി ഈസ് കൺസേൺ വിത്ത് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് ദി സൊസൈറ്റി. മനുഷ്യനെ പറ്റി പഠിക്കുന്നതും അതുപോലെ സൊസൈറ്റിയെ പറ്റി പഠിക്കുന്നതുമാണ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് when individuals come in close contact with the other and interaction takes place between them. എന്താണ് ഇൻഡിവിജ്വൽസ് കം ഇൻ ക്ലോസ് കോണ്ടാക്റ്റഡ് വിത്ത് അതർ ആൻഡ് മറ്റൊരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. ദിസ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. അത് സോഷ്യൽ ഗ്രൂപ്പിന് വഴിയൊരുക്കുന്നു. ആൻഡ് കോംപ്ലക്സ് റിലേഷൻ എമംഗ് this group develop as a result of constant interaction. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ചുറ്റും പരിസരത്ത് മറ്റൊരാൾ താമസിക്കാൻ വന്നു. അങ്ങനെ അത് പിന്നിൽ വേറൊരാൾ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊരു ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവർ തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ഒരു ഇൻട്രാക്ഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. One of the founding fathers of sociology, Auguste
Comte divided the subject matter of sociology into the study of social static and social dynamic. അപ്പോൾ അഗസ്റ്റ് കോംതെ എന്ത് ചെയ്തു, സോഷ്യോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചു. എന്താണ്? സോഷ്യൽ സ്റ്റാറ്റിക് എന്നും സോഷ്യൽ ഡൈനാമിക് എന്നും. ഒന്നും കൂടെ പറയാം. അഗസ്റ്റ് കോംതെ സോഷ്യോളജിയെ രണ്ടായിട്ട് തരംതിരിച്ചു. സോഷ്യൽ സ്റ്റാറ്റിക് എന്നും അതുപോലെ സോഷ്യൽ ഡൈനാമിക് എന്നും തരംതിരിച്ചു. The static was concerned with the study of how the part of the society interrelated. അല്ലേ? അപ്പോൾ ഈ സോഷ്യൽ സ്റ്റാറ്റിക് അതുകൊണ്ട് പറയാം. അഗസ്റ്റ് കോംതെ സോഷ്യോളജിയെ രണ്ടായിട്ട് തരംതിരിച്ച് ഒന്നാമത് സോഷ്യൽ സ്റ്റാറ്റിക് എന്നും രണ്ടാമത് സോഷ്യൽ ഡൈനാമിക് എന്നും. അതിൽ സോഷ്യൽ സ്റ്റാറ്റിക്കിൽ പറയുന്ന ഇങ്ങനെയാണ്, സ്റ്റഡി ഓഫ് ഹൗ ദി പാർട്ട് ഓഫ് ദി സൊസൈറ്റി ഇൻ്റർ റിലേറ്റഡ്. അല്ലേ? സൊസൈറ്റി എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലേ അവരെങ്ങനെയാണ് പരസ്പരം ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ദി ഡൈനാമിക് വാസ് ടു ഫോക്കസ് ഓൺ all society as the unit of analysis and to show how they develop and change throughout time. അല്ലേ? അത് രണ്ടാമത് ഡൈനാമിക്കിൽ പറയുന്നത് എങ്ങനെയാണ്, ഓളായിട്ടുള്ള മൊത്തത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് എങ്ങനെയാണ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈമിലുണ്ടാകുന്ന അവരുടെ ചേഞ്ച്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തേതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാർ താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇൻ്റർ റിലേഷൻ, അതാണ് ആദ്യത്തേതിൽ. രണ്ടാമത്തേതിൽ വിത്ത് റെസ്പെക്റ്റ് ടു ടൈമിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഷോ ഹൗ ദേ ഡെവലപ്ഡ് ആൻഡ് ചേഞ്ച്ഡ് ത്രൂ ഔട്ട് ടൈം. ഓക്കെ, അക്കോർഡിംഗ് ടു ഇമിൽ ദുക്കിം സോഷ്യോളജി ഈസ് ദി സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്റ്റ്. അല്ലെ? ഇമിൽ പറഞ്ഞ എന്താണ്, സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യൽ ഫാക്ടിൻ്റെ സ്റ്റഡിയാണ്, എക്സാക്റ്റ് ആണ്. അല്ലേ? സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് വെരി ആസ്പെക്റ്റ് ഓഫ് ദി സൊസൈറ്റി ആസ് എ വോൾ. ദി സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് വെരി വൈഡ്. അല്ലേ? സോഷ്യോളജി എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചാൽ ആ സോഷ്യോളജിയെക്കുറിച്ചുള്ള മുന്നോട്ടുള്ള പഠനം എന്ന് പറയുന്നത് വളരെ വൈഡ്, വളരെ വലിയൊരു രീതിയിലാണ്. ranging from the analysis of the everyday interaction between individuals on the street to the investigation and the comparison of societies across the globe. Okay, ഇനി ഓക്കെ അതൊക്കെയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിവരങ്ങളും അതുപോലെ തന്നെ സോഷ്യോളജിയെ രണ്ടായിട്ട് തരംതിരിച്ച് സോഷ്യൽ സ്റ്റാറ്റിക് എന്നും സോഷ്യൽ അനലിറ്റിക് എന്നും. സോഷ്യൽ സ്റ്റാറ്റിക്കിൽ സമൂഹം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതും, സോഷ്യൽ അനലിറ്റിക്കലിലാണെങ്കിലോ അങ്ങനെ പീപ്പിൾസ് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ടൈമിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെയാണ് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി സൈക്കോളജിയിൽ പറഞ്ഞിരിക്കുന്നത് the term psychology is derived from two Greek words. Psych means PSYCH, okay, means soul or breath, and logos means knowledge. അപ്പോൾ എന്താ സൈ എന്ന് PSYCHE അല്ലേ? സൈക്കോടെ സൈ എന്നുള്ളതിൻ്റെ വേർഡ് അർത്ഥം എന്തെന്നാണ്, ബ്രീത്ത് എന്നും. അതുപോലെ ലോഗോ മീൻസ് നോളേജ്, സൈക്കോളജി ഓർ സ്റ്റഡി എന്നാണ്. സൈക്കോളജി ഡെവലപ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ഇൻ 1879 when a German professor named William Wundt established the first laboratory for psychology at the University of Leipzig in Germany. Initially, psychology was defined as the science of consciousness എന്ന് വെച്ചാൽ പരിണാമം, science of consciousness in the simple words. We can define psychology as the systematic study of human behavior and experience. ഓക്കെ, സൈക്കോളജി എന്നുള്ളത് എന്താണ്, മനുഷ്യൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു സയൻസ് ആണെന്ന് പറയാം.
സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്, മനുഷ്യൻ്റെ പരിണാമം. കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറയുന്നെങ്കിൽ അത് മനുഷ്യൻ്റെ സ്വഭാവത്തിനെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ അല്ലെ അവരുടെ എക്സ്പീരിയൻസിനെ വർണ്ണിക്കുന്നതാകാം എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ബാരോൺ, സൈക്കോളജി ഈസ് ദി സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് cognitive process. Psychology emphasizes on the process that occur inside the individual's mind, such as perception, cognition, emotion, and a consequence of this process on the social individuals. Okay. ഇനി അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഇത് പോസിബിൾ ഇൻ്റർ ലിങ്ക് നോക്കാം. സോഷ്യോളജി ആൻഡ് സൈക്കോളജി ടുഗദർ ഫോം ദി കോർ ഓഫ് സോഷ്യൽ സയൻസ്. അതാണ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി ടുഗദർ ഫോം ദി കോർ ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യോളജിയും സൈക്കോളജിയും നമുക്ക് ഒരുമിച്ച് ചേർത്താൽ അതൊരു കോറാണെന്ന് പറയാം. കോർ ഓഫ് സോഷ്യൽ സയൻസ് ആണെന്ന് പറയാം. റൈറ്റ് ഫ്രം ദെയർ ഇൻസെപ്ഷൻ ആസ് സെപ്പറേറ്റഡ് അക്കാഡമിക് ഡിസിപ്ലൈൻസ്, sociology and psychology have studied different aspect of human life. സോഷ്യോളജി എടുത്താലും സൈക്കോളജി എടുത്താലും മനുഷ്യൻ്റെ തന്നെ ഡിഫറെൻ്റ് ആസ്പെക്റ്റ് അല്ലേ ഹ്യൂമൻ ലൈഫിനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോഷ്യോളജിയിലും സൈക്കോളജിയിലും മനുഷ്യനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി അതർ സ്പീഷീസ് വർക്ക് ഓൺ ഇൻസിഗ്നൻറ്റ് in the physical environment for their survival, while the survival of human depend upon the learned behavior pattern. An instinct involved a genetically programmed directive which inform behavior in a particular way. It also involves specific instruction to perform a particular action. For instance, birds have instinct to build nest and member to particular species are programmed to build a nest in a particular style and pattern. അല്ല ഇപ്പോൾ ഒരു ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ അല്ല ഒരു പക്ഷിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ പക്ഷിക്ക് താമസിക്കാനായിട്ടൊരു വാസസ്ഥലം, ഒരു കൂട് അത് സ്വയം തന്നെയാണ് നിർമ്മിക്കുന്നത്. ആ കൂടിൻ്റെ ആകൃതിയും ഡിസൈനും ഒക്കെ അത് തന്നെയാണ് അവിടെ ഇഷ്ടപ്പെട്ട് വെക്കുന്നത്. അൺലൈക്ക് ദിസ് ദി ഹ്യൂമൻ മൈൻഡ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സോഷ്യൽ കൾച്ചർ, കസ്റ്റംസ്, നോംസ് ആൻഡ് വാല്യൂസ്. അതുപോലെ മനുഷ്യനും അവൻ്റേതായ കൾച്ചറും കസ്റ്റമും നോംസും ഒക്കെ ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ത്രോ socialization that human learn specific behavior pattern to suit them best in the physical environment. എന്താണ് ഹ്യൂമൻ ലേൺ സ്പെസിഫിക് ബിഹേവിയർ പാറ്റേൺ ടു സ്യൂട്ട് ദം ബെസ്റ്റ് ഇൻ ദി ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ആ മനുഷ്യനും എന്തുണ്ട്, അവൻ്റേതായ ഒരു കൾച്ചറുണ്ടല്ലേ, അതാണ് അവനെ ഈ സൊസൈറ്റിയിൽ ബെസ്റ്റാക്കി നിർത്തുന്നതെന്നാണ് പറയുന്നത്. ഇനി ഹ്യൂമൻ പ്രോസസ് the information provided by the social context to make sense of their living condition. Sociology's basic unit of analysis is the social system such as family, social group, culture, etc. സോഷ്യോളജിയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഫാമിലി, പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്, പിന്നെ കൾച്ചേഴ്സ് എക്സെട്ര. ഇനി അടുത്ത് പറയുന്നത് the main subject matter of psychology is to study human mind. ഇതാണ് മെയിൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി എന്നുള്ളതല്ലേ. ദി മെയിൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി ഈസ് ടു സ്റ്റഡി ഹ്യൂമൻ മൈൻഡ് ടു അനാലിസിസ് ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇമോഷൻ. മെയിൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നില്ലേ, സൈക്കോളജി ഈസ് ടു സ്റ്റഡി ഹ്യൂമൻ മൈൻഡ്. മനുഷ്യൻ്റെ മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ സ്വഭാവം, അവൻ്റെ ഇമോഷൻസ് അല്ലെ, ഭാവം, ഫീലിങ്സ്, അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. സൈക്കോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഹ്യൂമൻ മൈൻഡിനെ തന്നെ അനാലിസിസ് ചെയ്യുന്നു, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇമോഷൻസ്, അതെല്ലാം അല്ലേ. perception and values which led to the formation of individual
personalities living in the social environment, while sociology deals with the study of the social environment. ഓക്കെ, സോഷ്യോളജി സോഷ്യൽ എൻവയോൺമെൻറ്റ്, സൈക്കോളജി ഹ്യൂമൻ മൈൻഡിനെ അനാലിസിസ് ചെയ്യുന്നതുമാണ്. സോഷ്യൽ കളക്റ്റീവ്സ് വിച്ച് ഇൻക്ലൂഡ് ഫാമിലി, കമ്മ്യൂണിറ്റീസ് ആൻഡ് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫാമിലി ആയിരിക്കാം സോഷ്യോളജിയിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സൈക്കോളജി ഡീൽസ് വിത്ത് ദി ഇൻഡിവിജ്വൽ ഇനിഷ്യലി ഷെയർ കോമൺ ഇൻട്രസ്റ്റ്സ്, various type of groups and their structure which are affected by the degree of cooperation, cohesion, conflict, information flow, the power of decision making and status hierarchies. This initial similarities of interest take on different focus. Both the discipline use a different theoretical position to explain the group phenomena. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയുന്നത് സോഷ്യോളജിയിലെന്ന് പറയുന്നത് ഒന്നേ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അല്ല ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനെടുത്ത് അവൻ്റെ മൈൻഡിനെ അനാലിസിസ് ചെയ്യുന്നു. അതായത് അവൻ്റെ ബിഹേവിയർ ആവാം, അല്ലെങ്കിൽ അവൻ്റെ ഇമോഷൻസ് ആവാം, അതിനെയൊക്കെ അനാലിസിസ് ചെയ്യുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ.